ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക. യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ഹായ്, ഹരി സംസാരിക്കുന്നത്. പ്രോ-റെയിലോട്ട് എല്ലാവർക്കും. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം, പലരും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്താണ്, നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും എൻ്റെ ഓഡിയൻസിനോട് എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഓഡിയൻസിനെയും കൂടി ഇത് അറിയിക്കണം എന്ന് എനിക്ക് തോന്നിയുകൊണ്ട് മാത്രം വീഡിയോ എടുക്കുന്നതാണ്. അവരും കൂടി അറിയണം. ഞാൻ എൻ്റെ ഓഡിയൻസിനെ മണ്ടന്മാരാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പലതും ഒളിച്ചു വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തുറന്നു പറയാത്ത പലരും ഉണ്ട്. അപ്പോൾ നമുക്ക് വിഷയത്തിലൂടെ, KTM ബ്രാൻഡ് ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്റർനാഷണലി KTM ബ്രാൻഡ് ബാങ്ക്രപ്റ്റ് ആവാനുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരതിജീവിച്ച് വരണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ആ ന്യൂസ് വരുന്നതിന് മുന്നേ തന്നെ അവർ കുറേ പ്രീമിയം മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ബജാജ് കൊളാബറേഷനുള്ള ബജാജ് KTM കൊളാബറേഷനിലല്ല ഇത് വന്നത്. ഇത് ഇന്റർനാഷണൽ KTM ആണ്. ഒറിജിനൽ KTM ആണ് ഇന്ത്യയിലോട്ട് ഈ മോട്ടോർ സൈക്കിൾ ഇത് ലോഞ്ച് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റർനാഷണലി അതായത് മോട്ടോർ സൈക്കിളിന്റെ ഡിസൈൻ മാറ്റാതെ അവന്മാരുടെ ടീം കാണിച്ചൊരു മണ്ടത്തരമുണ്ട്. ഡിസൈനൊന്നും മാറ്റാതെ അവന്മാര് പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ടിരുന്നു. അതായത് വിറ്റുവെന്നും പറഞ്ഞ് പൊതുവിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ മോട്ടോർ സൈക്കിളിനോടൊരു പ്രചാരം കുറഞ്ഞു വരികയാണ് ഇപ്പോൾ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇൻട്രസ്റ്റ് കാണിക്കാൻ റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളിനോടാണ്. കാര്യം കുറഞ്ഞ കാശിന് ബിഗർ CC ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ കൊടുക്കുന്ന റോയൽ എൻഫീൽഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനോട് കുറേ ആൾക്കാർക്ക് പ്രിയമുണ്ട്. അതുകൊണ്ടാണ് പല ബ്രാൻഡുകളും കുറഞ്ഞ CC ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ കൊണ്ടുവരാനുള്ള കാര്യം. ഇതിന്റെ ഇടയിൽ കൂടി ആകുമ്പോൾ ഒരു മാറ്റവും ഇല്ലാതെ, ഒരു അപ്ഡേഷനും വരുത്താതെ സെയിം മോഡൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പൊക്കോണ്ടിരുന്ന സമയത്താണ് ഒരു കാലത്ത് അവന്മാര് നല്ല രീതിയിൽ കയറി വന്നൊരു ബ്രാൻഡാണ്. ഇപ്പോൾ ആ പഴയ രീതിയിൽ തന്നെ മാറ്റമൊന്നും വരുത്താതെ തുടർന്ന് പോകുന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അതിനോടുള്ള ഒരു താല്പര്യം കുറഞ്ഞു. അവന്മാർ പുതിയ അപ്ഡേഷൻസും കൊണ്ടുള്ള പക്ഷേ പ്രൊഡക്ഷൻ കണ്ടമാനം ഇങ്ങനെ അടിച്ചു കൂട്ടുന്നുണ്ട്. വിറ്റ് പോകും എന്നും പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ അവന്മാർ കുറെ ബ്രാൻഡുകൾ അക്വയറും ചെയ്തിട്ടുണ്ട്. അതായത് ഹസ്ക്വറിനെ ഗ്യാസ് ഇപ്പതേ ME അഗസ്റ്റ മേടിച്ചു. അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. കാര്യം ഈ പ്രതിസന്ധി കാരണം അതിനെയും കൂടി കൊണ്ടു നടക്കാനുള്ള ഒരു ബ്രാൻഡ് മേടിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അതിന്റെ ഫോൾട്ടുകൾ കണ്ടെത്തിയിട്ട് അതിനെ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, ഭയങ്കര റിസ്ക് ആണ്. ഇപ്പൊ TVS നോർട്ടൺ മേടിച്ചിട്ട് ആകെ 2 മോട്ടോർ സൈക്കിൾ ഇറക്കിയിട്ടുള്ളൂ. അതിപ്പോഴാണ് ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ഭാരത് ഗ്ലോബൽ എക്സ്പോയിലാണ് അതിലൊരു മോഡൽ അവർ ഷോക്കേസ് ചെയ്തത്. അത് ഇന്ത്യയിലോട്ട് വരുമോ എന്നറിയില്ല. TVS തന്നെ ഫുൾ ഫ്രിഡ്ജിൽ ആ ബ്രാൻഡിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ നോർട്ടൺ ഒരു ഹിസ്റ്റോറിക്, ഒരു ഐക്കോണിക് റോൾസ് റോയ്സ് പോലത്തെ ഒരു ബ്രാൻഡാണ്. അപ്പൊ അതിനെ അങ്ങനെ TVS നോക്കിയാൽ കളിക്കുള്ളൂ. TVSന് കളിക്കാനറിയാം. പക്ഷെ ഇവരുടെ കുഴപ്പം, ഇവര് ചവർ പോലെ മോട്ടോർ സൈക്കിള് ഇറക്കിയതുകൊണ്ടും സെയിലില്ലാത്ത അവസ്ഥ. അങ്ങനെ ഉള്ള കാശ് മൊത്തം മോട്ടോർ സൈക്കിൾ ഇറക്കി തീർത്തു. അവരുടെ ഓസ്ട്രിയയിലെ പ്ലാന്റിലെ സ്റ്റാഫിന് വരെ പൈസ കൊടുക്കാൻ കയ്യിൽ കാശില്ലാത്ത അവസ്ഥയും, പിന്നെ പാർട്സ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കും പൈസ കൊടുക്കാനുണ്ട്, പിന്നെ ബാങ്കിന് പൈസ അടയ്ക്കാനുണ്ട്. ഇങ്ങനെ ഒരു പ്രതിസന്ധിയില്ല. അപ്പൊ ഇതിനെ മറികടക്കാൻ വേണ്ടിയാണ് അവന്മാര് പഴയ മോഡലുകൾ ഇന്ത്യയിലോട്ട് പുഷ് ചെയ്തത്. മുന്നേയും ഇത് 790 കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് മോഡല് കംപ്ലൈന്റ് ഉള്ള മോഡല്, അത് കുറച്ച് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അതിന്. പക്ഷെ അത് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് കുറെ മോഡലും അവരുടെ മർച്ചൻഡൈൻസും എല്ലാം ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ ഭീമമായ ഡിസ്കൗണ്ടിൽ ഈ സാധനം നിങ്ങൾക്ക് വന്നേക്കാം. വലിയ മാരക ഡിസ്കൗണ്ട് അല്ല, എന്നാൽ നിങ്ങൾക്ക് കിട്ടിയ ലാഭം എന്ന രീതിയിൽ ഡിസ്കൗണ്ടിൽ മോട്ടോർ സൈക്കിൾ നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിച്ചേക്കാം. ആരും പോയി തല വെച്ച് വാങ്ങാൻ നിൽക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഓടിക്കുക, പിന്നെ ഇന്റർനാഷണൽ റിവ്യൂസ് ഒക്കെ നോക്കുക. ഇതിന് കംപ്ലൈന്റ് വല്ലതും ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിലൊക്കെ ഈ സാധനം ലഭിച്ചേക്കാം. കാര്യം ഈ പ്രതിസന്ധി ആയതുകൊണ്ട് തന്നെ KTMന് തിരിച്ച് കയറി വരാനും രക്ഷപ്പെടാനുള്ള ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ അവരും പലപ്പോഴും ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊന്നും അതിൽ നിന്നൊക്കെ അതിജീവിച്ച് അവർ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവർ ചെയ്തേക്കാം. ഇനിയിപ്പോൾ വേറെ ഒരു ബ്രാൻഡും KTMനെ അക്വയർ ചെയ്യുമെന്ന് തോന്നല്ല. ഷെയർ മൊത്തം മേടിച്ച് അവരുടെ കൈകളിലാക്കുന്നു. കാര്യം ഇപ്പോൾ മോട്ടോർ സൈക്കിളിനോടുള്ള ഒരു
പ്രിയം കുറഞ്ഞു വരികയാണ് ഇന്റർനാഷണൽ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ആരും ഒരു റിസ്കിലോട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സാധ്യതയുള്ള ഫോക്സ് വാഗണാണ്. ഫോക്സ് വാഗൺ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ ഫോക്സ് വാഗൺ എടുക്കും എന്നുള്ള കാര്യം പ്രതീക്ഷിക്കേണ്ട. പിന്നെ ബജാജ് എന്തായാലും ഇന്റർനാഷണൽ KTM എടുക്കും എന്ന് എനിക്കൊരു സാധ്യത ഇല്ല. മേ ബി ചിലപ്പോൾ സാധ്യത കുറവാണ് ബജാജ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾറെഡി ഇന്ത്യൻ KTM ബജാജിന്റെ അണ്ടറിലാണ്. അതിന്റെ പകുതി മുക്കാൽ ഷെയറും മെയിൻലി അതിനെ ലീഡ് ചെയ്യുന്നത് ബജാജ് തന്നെയാണ് ഇന്ത്യൻ KTM-ന്. അതുകൊണ്ടാണ് അതിനൊന്നും സംഭവിക്കാത്തത്. അപ്പൊ KTM ലീഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ത്യൻ ബജാജിനൊന്നും സംഭവിക്കാത്തത്. KTM-ന് എങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ ബ്രാൻഡിനെ എങ്ങനെ കൊണ്ടുപോകണം, കൈകാര്യം ചെയ്യണമെന്ന് രാജീവ് ബജാജിന് അറിയാം. അപ്പൊ അത് പുള്ളി ആ രീതിക്ക് തന്നെ കൈകാര്യം ചെയ്യും. പുള്ളിയുടെ ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിലും പക്ഷെ ഒരു മോട്ടോർ സൈക്കിൾ ബ്രാൻഡ് കൊണ്ടു നടക്കാൻ പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ KTM-ന് പണി കിട്ടും എന്നുള്ള ഒരു സാധ്യതയും എനിക്ക് തോന്നുന്നില്ല. മേ ബി ചിലപ്പോൾ ആ മോട്ടോർ സൈക്കിളൊക്കെ ഇന്റർനാഷണൽ ഇറക്കി ചിലപ്പോൾ ഇവർ കൊണ്ടുപോയി ഇറക്കി പുതിയ മോഡലൊക്കെ കൊണ്ടുവന്ന് ചിലപ്പോൾ കയറി വരാൻ അവരൊരു ശ്രമം നടത്തിയേക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. അപ്പൊ ഇങ്ങനെ ഇതുകൊണ്ടാണ് അവർ ഇന്റർനാഷണൽ അത് കണ്ടമാനം അവരുടെ ഉണ്ടാക്കിയ പ്രൊഡക്ഷൻ മോഡലിൽ ഇരിക്കേണ്ട. അപ്പൊ ഈ മൂന്നാംകട രാജ്യത്തോട്ട് ഇത് പുഷ് ചെയ്ത് കൊണ്ടുവന്ന് ഇതെല്ലാം ഓൾഡ് സ്റ്റോക്കാണ്. ഇതിൽ ചിലതിലൊക്കെ കംപ്ലൈന്റ് ഉണ്ടെന്നൊക്കെ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. കറക്റ്റ് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഒരു പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിനു ശേഷം ഈ മോഡലുകളൊക്കെ വാങ്ങാൻ നിൽക്കുക. പിന്നെ പഴയ മോഡലിൽ പരമാവധി തലവെക്കാതിരിക്കുക. കാര്യം ഇതൊരു പ്രീമിയം സെഗ്മെന്റ് ആണ്. പ്രീമിയം സെഗ്മെന്റിലോട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മാത്രം കളിക്കുക. ഇത് മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പൈസയാണ്. കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിലൊന്നും ഇത് മെയിൻ്റെനൻസ് കിട്ടില്ല. ഇതിന്റെ പാർട്സിലെല്ലാം വ്യത്യാസം ഉണ്ടാവും. നമ്മളൊരു 300 cc ലാഘവത്തോ 300, 350, 400 cc, 500 cc വരെ കളിക്കുന്ന പോലെയല്ല ഈ ബിഗർ CC ആയിട്ടുള്ള 1000 cc, 1200 cc മോഡലൊക്കെയാണ് കൊണ്ടുവന്നേക്കണത്. എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. എല്ലാവരുടെയും വിചാരം ഈ ഇന്ത്യക്കാരെ ഞെട്ടിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്നേക്കാണ്. കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഹോണ്ടയൊക്കെ പ്രീമിയം മോട്ടോർ സൈക്കിളും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഹോണ്ട, യമഹ എല്ലാം കാണിച്ചല്ലോ. അതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. അതൊന്നുമല്ല, പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നേക്കണാണ്. അപ്പൊ നോക്കിയിട്ട് മാത്രം എടുക്കുക. എന്റെ ഓഡിയൻസിനോട് എനിക്ക് പറയണമെന്ന് തോന്നി. എന്തായാലും ഇന്ത്യൻ KTM പിന്നെ ഇന്ത്യക്കാർ KTM-ന്റെ മോട്ടോർ സൈക്കിൾ വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് ചിലർക്ക് സംശയം ഉണ്ടാവും. ഇന്ത്യൻ KTM-നൊന്നും സംഭവിച്ചിട്ടില്ല. അത് ബജാജിന്റെ അണ്ടറിൽ വരുന്ന കാരണം സർവീസും എല്ലാം ഒരു വിഷയം ഉണ്ടാവില്ല. അപ്പൊ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത KTM-ന്റെ എല്ലാ മോഡലുകളും എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾ പുതുതായി അവർ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത അഡ്വഞ്ചർ 390 എല്ലാം നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ പാർട്സിലോ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. അവരുടെ പ്രീമിയം മോട്ടോർ സൈക്കിളായ സൂപ്പർ ഡ്യൂക്ക്, അങ്ങനെയുള്ള 890 അഡ്വഞ്ചർ ഡ്യൂക്ക്, അങ്ങനെയുള്ള മോഡലുകളിലെല്ലാം ആയിരിക്കും വിഷയങ്ങൾ സംഭവിക്കാൻ പോകണം. അപ്പൊ നോക്കിയിട്ട് മാത്രം, ശ്രദ്ധിച്ച് മാത്രം പൈസകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. ആരും കുഴിയിൽ ചെന്ന് ചാടാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.